അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. നമ്മൾ മിറാമാർ എന്ന നോവലിൻ്റെ വായന തുടരുകയാണ്. നമ്മൾ പറഞ്ഞത് ആമിർ വജദി എന്ന ആ ഒരു കഥാകാരൻ, ആഖ്യാതാവ്, അയാൾ റൂമിൽ സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരാൾ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടു. ആ മിറാമാർ ഹോം സ്റ്റേയിൽ പുറത്ത് ബെല്ലടിക്കുന്നൊരു ശബ്ദം കേട്ടു. അയാൾ ആ ശബ്ദത്തിലേക്ക് ശ്രദ്ധിച്ചപ്പോൾ മാരിയാനയും ആ വന്ന അതിഥിയും തമ്മിൽ വളരെ സൗഹാർദ്ദപരമായിട്ട് സംസാരിക്കുന്നത് കേട്ടു. അങ്ങനെ തുറ മനിൽ ഖാദിം, ആരായിരിക്കും ആ വന്നതെന്ന് ഇയാളിങ്ങനെ ഗസിയാണ്. അതിൻ്റെ ഇടയിൽ ഇയാൾ ആ ഖുർആൻ പാരായണം തുടരുകയും ചെയ്യുന്നുണ്ട്. യാ മാഷറൽ ജിന്നി വൽ ഇൻസി ഇനിസ്തഅ്തഅ്തും എന്ന് പറഞ്ഞുകൊണ്ട് തുടരുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ആ വന്ന ആളുടെ വിശേഷങ്ങളിലേക്ക് കടക്കുകയാണ്. യമീലു ഇലൽ ഖിസരി വൽ ബദാന, പൊക്കം കുറഞ്ഞ തടിച്ച ശരീരപ്രകൃതമായിരുന്നു അയാളുടേത്. മുൻതഫിഖു ശിദ്ഖൈനി വല്ലഗദ്, വീർത്ത കവിളുകളും ഇരട്ടത്താടിയും അയാൾക്ക് ഉണ്ടായിരുന്നു. വലഹു ഐനാനി സർക്കാവാനി റഗ്മ സുമ്രത്തി ബിശ്രത്തിഹി, ഇരുണ്ട നിറമാണ് അയാൾക്ക്. കണ്ടാൽ തന്നെ അറിയാം ഏതോ ഒരു കുലീന കുടുംബക്കാരനാണെന്ന്. ദു ത്വാബിഅൻ അരിസ്തിഖ്റാത്തിയിൻ ലാ തുഖ്തിഉഹുൽ ഐനു, അയാളൊരു പ്രഭുത്വ കുടുംബത്തിലുള്ള ആളാണെന്ന് കണ്ടാൽ തന്നെ അറിയാം. ലാ തുഖ്തിഉഹുൽ ഐനു വയനുമു അൻഹു സുംതുഹു അൽ മുതക്കബ്ബിർ ഇദാ സ്വമത, നിശബ്ദനായിരുന്നാൽ പോലും പ്രതാപത്തിന് ഒരു കുറവുമില്ല. വഹറക്കാത്തു റഅസിഹി വയദൈഹി അൽ മുത്തസിന അൽ മുർസൂമ ബിദിഖത്തിൻ ഇദാ തകല്ലം, സംസാരിക്കുമ്പോഴോ വാക്കുകൾക്കൊപ്പം ശിരസ്സും കൈകളും അനങ്ങിക്കൊണ്ടിരിക്കും. ഖദ്ദമത്തുഹുൽ മദാം ബിസ്മി ത്വൽബ ബേഗ് മർസൂഖ് ഫി മജ്ലിസിൽ മസ, രാത്രി ഒരുമിച്ചിരിക്കുന്ന വേളയിൽ മരിയാന അയാളെ പരിചയപ്പെടുത്തി, ഇത് ത്വൽബ ബേഗ് മർസൂഖ്. സുമക്കാലത്ത് തുസീദുനി മാരിഫത്തൻ ബിഹി, അയാളെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ നൽകിക്കൊണ്ട് മാരിയാന തുടരുകയാണ്. കാന വക്കീലൻ ലി വിസാറത്തിൽ ഔഖാഫ് വമിനൽ അയാനിൽ കിബാർ, വഖഫ് മന്ത്രാലയത്തിൽ അണ്ടർ സെക്രട്ടറി ആയിരുന്നു, പേര് കേട്ട നാട്ടുപ്രമാണിയും. വലം യക്കുൻ ഇൻദി ഫി ഹാജത്തിൻ ഇലാ താരീഫ്, സത്യത്തിൽ എനിക്ക് അയാളെ കൂടുതൽ പരിചയപ്പെടുത്തി തരേണ്ട ഒരാവശ്യവുമില്ലായിരുന്നു. അറഫ്തുഹു മിൻ ബഈദിൻ ബിഹുക്മി മിഹ്നത്തി അല അഹദിൻ നിലാലി സിയാസി വൽ ഹിസ്ബി, ഈജിപ്തിൽ രാഷ്ട്രീയ സംഘർഷങ്ങൾ നടക്കുന്ന കാലത്ത് തന്നെ ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ഇയാളെ കുറിച്ച് അത്യാവശ്യം കാര്യങ്ങൾ അറിയാം. അമ്പത്തിരണ്ടിലെ പട്ടാള വിപ്ലവത്തിന് മുമ്പ് കൊട്ടാരത്തിലെ രാജാവിൻ്റെ വലം കൈകളിൽ ഒരാളായിരുന്നു ഇയാൾ. കാനമിനൽ മുൻതമീന ഇല അഹ്സാബി സുറായ് വബി തബിയാത്തിൽ ഹാൽ മിൻ അഅദാ ഇൽ വഫ്ദ്, സ്വാഭാവികമായും ദേശീയ പാർട്ടിയായ വഫുദിൻ്റെ ശത്രുവുമാണ്. വതദക്കർതു ഐലൻ അന്നഹു വലഅ തഹ്തൽ ഹിറാസത്തി വതദക്കർതു ഐലൻ അന്നഹു വുലിഅ തഹ്തൽ ഹിറാസത്തി മുൻദു ആമിൻ ഔ അക്സർ, എന്നാൽ പട്ടാളം രാജാവിനെ അട്ടിമറിച്ചതിന് ശേഷം ഏതാണ്ട് 1.5 വർഷം മുമ്പ് ഇയാൾ സർക്കാരിൻ്റെ നിരീക്ഷണത്തിലാവുകയും വഅന്നഹു ജുരിദ മിൻ മവാരിദിഹി അദൽ ഖദരിൽ മാലൂം, അയാളുടെ ഭൂസ്വത്തുക്കളൊക്കെ കണ്ടുകെട്ടുകയും ചെയ്ത കാര്യം ഓർമ്മ വന്നു. ഈ ആമിർ വജദിക്ക് ഓർമ്മ വന്നു. അദൽ ഖദരിൽ മാലൂം, ജീവിക്കാൻ വേണ്ട സ്വത്തുക്കളൊഴികെ ബാക്കിയെല്ലാം നഷ്ടപ്പെട്ടു. അമൽ മദാം ഫഖദ് തബദ്ദത് ഫി അഹ്സനി അഹ്വാലിഹ മറഹൻ വ ആതിഫിയത്തൻ, മരിയാന എന്തായാലും വളരെ സന്തോഷത്തിലാണ്. വനവ്വഹത് മിറാറൻ ബി സ്വദാഖത്തിഹ അൽ ഖദീമ ലി ത്വൽബ ബേഗ്, പഴയ സൗഹൃദത്തെക്കുറിച്ച് അയാളോട് ആവേശത്തോടെ സംസാരിക്കുന്നു. വബറസ ഹമാസഹ അൽ മുതദഫിഖ് ഇൻദമാ ദഅതുഹു ബി മുഹിബ്ബിഹ അൽ ഖദീം, തൻ്റെ പഴയ കാമുകനിൽ ഒരാളായിരുന്നു എന്ന് വിശേഷിപ്പിച്ച് അയാളുമായുള്ള ഊഷ്മള ബന്ധം അയവിറക്കുകയായിരുന്നു മരിയാന.
വക്കാൽ അലി അർ റജുൽ വനഹ്നു നതബാദുൽ ഹദീസ്. ഞങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ ആ മനുഷ്യൻ പറഞ്ഞു, ഖറഅതു ലക കസീറൻ ഫിമാ മള. നിങ്ങൾ പത്രത്തിൽ എഴുതിയിരുന്നതിൽ പലതും ഞാൻ പണ്ട് വായിച്ചിട്ടുണ്ട്. ഫലഹിക്തു ലഹ്കതൻ ദാതു മഗ്സ. ഒരു ഉദ്ദേശം വെച്ചുള്ള ചിരി ഞാൻ ചിരിച്ചു. ഫലഹിക ബി ദൗരിഹി ഖായിലൻ. അയാളും സാധാരണ പോലെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കുൻത തുഅതീനി മസലൻ ഹയ്യൻ ലിഖുവത്തിൽ ബലാഗ ഇൻദമാ തതസദ്ദ ലിദ്ദിഫാ അനിൽ ബാതിൽ. തെറ്റായ ഒരു ലക്ഷ്യം സാധിക്കുന്നതിനായി നല്ലൊരു തൂലികയെ ഉപയോഗിച്ചതിൻ്റെ ജീവിക്കുന്ന ഉദാഹരണമാണ് നിങ്ങളെന്ന് ഞാൻ പറയും. വലഹിക ത്വവീലൻ വലാക്കിന്നനി ലം ഉജാദിൽഹു. അയാൾ എന്നിട്ട് പൊട്ടിച്ചിരിച്ചു, പക്ഷേ ഞാൻ അയാളോട് തർക്കിക്കാനൊന്നും പോയില്ല. വക്കാലത്തിൽ മതാം തുഖാത്തിബിനി ബി ഷമാത്തത്തിൻ ത്വൽബ ബേഗ് തിൽമീദുൻ ഖദീമുൻ ലിൽ ജസ്വീറ്റ്സ്. ജസ്യൂട്ട് സ്കൂളിൽ പഠിച്ചിരുന്ന ആളാണ് ത്വൽബ ബൈ. മരിയാന പറയാണ്, സനസ്മഉൽ അഗാനി അൽ ഇഫ്രഞ്ചിയ മഅൻ വനത്രുകുക ലിതതഅദബ വഹദക്. ഇനിയിപ്പോൾ നിങ്ങളെ തനിച്ചു വിട്ട ശേഷം ഞങ്ങൾക്കൊരുമിച്ചിരുന്ന് പാശ്ചാത്യ സംഗീതം റേഡിയോയിൽ കേൾക്കാം. സുമ്മ ബസത്തത് റാഹതൈഹ ഫി തർഹീബിൻ വക്കാലത്ത്. സ്വാഗതം ചെയ്യുന്നത് പോലെ കൈകളെ വിടർത്തി കാണിച്ചുകൊണ്ട് മരിയാന തുടർന്നു, ജാഅ ലിയുഖീമ മഅന. ഇവിടെ താമസിക്കാനായാണ് ഇദ്ദേഹം വന്നത്. ഫറഹബ്തു ബിഹി ഫആദത് തഖൂലു ഫി റസാഇൻ. ഞാൻ അയാളെ സ്വാഗതം ചെയ്തു. മരിയാന തുടർന്നു, കാന യംലികു അൽഫ് ഫദ്ദാൻ കാന യൽഅബു ബിൽ മാലി ലഅബൻ. ഒരു കാലത്ത് 1000 ഏക്കറോളം ഭൂസ്വത്തുക്കൾ ഉള്ളയാളായിരുന്നു ത്വൽബ ബെഗ്, പണം കൊണ്ട് കളിക്കുന്നയാൾ. വഹുന ഖാല റജുലു ബിംതിആലിൻ. അപ്പോൾ ആ ത്വൽബ ബെഗ് ഒരു അമർഷത്തോടെ പറഞ്ഞു, ഇൻഖല അഹദുൽ ലഅബ്. കളിച്ചിരുന്ന കാലമൊക്കെ കഴിഞ്ഞില്ലേ. വഅൈന കരീമത്തു കയ്യാ ത്വൽബ ബെഗ്. ത്വൽബ ബൈ ചോദിക്കുകയാണ്, നിങ്ങളുടെ മകൾ എവിടെയാണ് ഇപ്പോൾ ഉള്ളത്? ഫിൽ കുവൈത്ത് മഅ സൗജിഹ അൽ മുഖാവിൽ. കുവൈത്തിലാണ്, അവളുടെ ഭർത്താവ് അവിടെ കോൺട്രാക്ടറാണ്. വകുന്തു അഅലം അന്നൽ ഹിറാസ ഖദ് ഫുരിളത് അലൈഹി ലിശുബ്ഹത്തി തഹ്രീബ് ബൈദ അന്നഹു ഫസറ മസ്അലതഹു ഖായിലൻ മഅസാതഹു ഖായിലൻ. ഈജിപ്തിൽ നിന്നും തൻ്റെ സ്വത്തുക്കൾ പുറത്തേക്ക് കടത്താൻ ത്വൽബ ബൈ ശ്രമിച്ചിരുന്നുവെന്നും തുടർന്ന് സർക്കാർ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഒരു നിമിഷത്തെ അപ്പോൾ അയാളുടെ ആ ദുരന്തത്തെ വിശദീകരിക്കുന്ന ഇങ്ങനെയാണ്, ഖസിർതു അംവാലി ജമീഅൻ സമനൻ ലിനുക്തത്തിൻ അബിറ. ഒരു നിമിഷത്തെ മണ്ടത്തരത്തിന് വലിയ വില നൽകേണ്ടി വന്നവനാണ് ഞാൻ. ഫസഅൽതുഹു ഹൽ ദുഈത ഇലാ തഹ്ഖീഖ്. എന്തെങ്കിലും അന്വേഷണം നടന്നിരുന്നോ? ഫഖാല ബിസ്ദിറാഇൻ അൽ മസ്അല ബികുല്ലി ബസാത അന്നഹും കാനു ഫി ഹാജ ഇലാ മാലി. അവർക്ക് വേണ്ടിയിരുന്നത് എൻ്റെ സ്വത്തുക്കളായിരുന്നു, അത്ര തന്നെ. വക്കാനത്തിൽ മർഅ തൻദുർ ഇലൈഹി ബിഇംആനിൻ ഫഖാലത്ത്. മരിയാന ത്വൽബയെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു, തഗയ്യർത കസീറൻ യാ ത്വൽബ ബേഗ്. നിങ്ങളാകെ മാറിപ്പോയല്ലോ ത്വൽബ ബേ. ഇബ്തസമ ഫുഹു സഗീർ അൽ മുതവഖ് ബി സിദ്ഖൈഹി സുമഖാൽ. വീർത്ത കവിളുകൾക്കിടയിലുള്ള ചെറിയ വായ തുറന്ന് ത്വൽബ ബൈ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അസാബനി ജൽത്ത കാദത്ത് തഖ്ലി അലയ്യ. എനിക്കൊരു മസ്തിഷ്കാഘാതമുണ്ടായി, എനിക്കൊരു സ്ട്രോക്ക് ഉണ്ടായി, കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. സുമ ബിശൈഇൻ മിനൽ അൽസ. അല്പം ആശ്വാസത്തോടുകൂടെ പറയാണ്, വലാകിന്നനി അസ്തതിഉ അൻ അസ്റബൽ വിസ്കി ഫി ഹുദൂദിൽ ഇഹ്തിദാൽ. എന്നാലും എനിക്കിപ്പോൾ ഒരു പരിധിവരെ വിസ്കി കഴിക്കാൻ സാധിക്കും. ഗമസ് അൽ ഖുറൂസാൻ ഫിഷായ് അൽ മംസൂജ് ബിൽ ലബൻ സുമ്മ അകല ബി അനാത്തിൻ മല്ലം യഅലിഫ് അത്വാഖിമൽ ജദീദ ബഅദു. പുതിയ വെപ്പുവലുകൾ അത്ര ശീലമല്ലാത്തയാളിനെ പോലെ പാല് ചേർത്ത ചായയിൽ ബന്ന് മുക്കി കഴിക്കുകയാണ് അയാൾ.
വലമിക്കുൻ അലാമ ഐദത്തിൽ ഇഫ്താർ സിവാന. പ്രഭാത ഭക്ഷണം കഴിക്കുന്ന നേരത്ത് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വക്കാനത്തിൽ അയ്യാമുൽ ഖലാഇലുൽ മാദിയ ഖദ് ഖറബത്ത് ബൈനന വഅസാലത്തിൽ ഹവാജിസുൽ ഹദിരി ഫഗലബൽ ഉൻസു ബിറൂഹിൽ ജീലിൽ വാഹിദ് അലൽ ഖിലാഫാത്തിൽ ബാലിയ വൈൻ ഇൻതവ കുല്ലും മിന്ന ഫി അഅമാഖിഹി അലാ മിസാജിൻ മുതഫരിദിൻ മുതനാഖിലിൻ ലിസ്വാഹിബിഹി. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഞങ്ങൾ സുഹൃത്തുക്കളായി മാറിയിരിക്കുന്നു. നേരത്തെ ഉണ്ടായിരുന്ന അകൽച്ചയുടെ വരമ്പുകൾ അപ്രത്യക്ഷമാവുകയും വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറം സൗഹൃദം സ്ഥാപിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്കിടയിൽ ഉണ്ടാവുകയും ചെയ്തു. വലാകിൻ തജിഉ ഔഖാതുൻ യബ്റുസു ഫിഹാ അൽ മിസാജു സാവി ഫിൽ അഅമാഖ് ലിയുസീറ അൽ ഗുബാറ വത്തഹദ്ദിയാത്ത്. എന്നാൽ ചിലപ്പോഴൊക്കെ ഉള്ളിൻ്റെ ഉള്ളിലെ പകയുടെ അടരുകൾ പൊങ്ങി മുകൾ തട്ടിൽ വരികയും ചെയ്തു. അജൽ ഖദ് സഅലനി ബിലാ മുനാസിബ. അതെ, അയാൾ ഒരു കാരണവുമില്ലാതെ ത്വൽബ ബൈ ചോദിച്ചു, അതദ്രി മസ്സബബ് വറാ അൽ മസായിബ് അല്ലത്തി ഹല്ലത് ബിന. നമ്മെ ബാധിച്ചിരിക്കുന്ന സർവ്വ ദുരന്തങ്ങളുടെയും പിന്നിലുള്ള സുപ്രധാനമായ കാരണം എന്തെന്ന് നിങ്ങൾക്കറിയാമോ? ഫതസാഅൽതു ബിദഹ്ശ അയ്യ മസായിബ് താനി. ഏത് ദുരന്തത്തിൻ്റെ കാര്യമാണ് നിങ്ങൾ പറയുന്നത്? അയ്യുഹ സഅലബ് ഇന്നക തഅരിഫ് തമാമൻ മാ അഅനി. കളക്കുറുക്ക, ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. വലാകിൻ ലം തഹുല്ല ബി അൽ മസായിബ് മിൻ അയ്യി നൗഇൻ കാൻ. എനിക്കൊരു ദുരന്തവും ഉണ്ടായിട്ടില്ലല്ലോ. റഫഅ ഹാജിബൈഹി അൽ അശ്യബൈൻ വഖാല. ത്വൽബ തൻ്റെ നരച്ച പുരികങ്ങൾ വളച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു, ലഖദ് ഉഗ്തീലത്ത് ശഅബിയത്തുക്കും കമാ ഉഗ്തീലത്ത് അംവാലുന. ഞങ്ങളുടെ സ്വത്തുക്കൾ തട്ടിയെടുത്ത പോലെ അവർ നിങ്ങളുടെ പാർട്ടിയുടെ കഥയും കഴിച്ചില്ലേ? ലഅല്ലക തദ്കുർ അന്നനി ഖറജ്തു മിനൽ വഫദ് ബൽ മിനൽ അഹ്സാബി ജമീഅൻ മുൻദു ഹാദിസി അറാബി ഫെബ്രുവരി. 1942 ഫെബ്രുവരി 4 വഫദ് പാർട്ടിയെ അധികാരത്തിലെത്തിക്കാനായി ബ്രിട്ടീഷുകാർ ആബിദീൻ കൊട്ടാരത്തിലേക്ക് ഇരച്ചു കയറി ഫാറൂഖ് രാജാവിനെ ബന്ദിയാക്കിയ അന്ന് പാർട്ടി വിട്ടയാളാണ് ഞാൻ. ഇന്നിപ്പോൾ എനിക്ക് വഫദ് അടക്കം ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടിയുമായിട്ടും ഒരു ബന്ധവുമില്ലെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? വലോ സമ്മതല്ലത്തുമ ഖദ് അഹാതത് ബി കിബ്രിയാഇൽ ജീലി കുല്ലി. എന്തായാലും ഒരു തലമുറയുടെ ആകെ അഭിമാനത്തെയാണ് ഇക്കൂട്ടർ കവർന്നെടുത്തിരിക്കുന്നത്. ഫഖുൽതു സാഹിദൻ ഫിൽ ജദൽ. ഞാൻ തർക്കിക്കാൻ പോയില്ല. ബിസർഫിൻ നളർ അൻ മൗഖിഫി ഫഇന്നി മശൂഖുൻ ഔ മുശവ്വഖുൻ ഇലാ മഅരിഫത്തി റഅയിക്. ആയിക്കോട്ടെ, എന്താ ഇക്കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? ഫഖാല ബിഹുദൂഇൻ വസ്ദിറാഇൻ യൂജദു സബബുൻ ബഈദുൻ ഫീ ത്വറഫിൽ ജീലിൽ മഷ്ദൂദ് ഹൗല അനാഖിന ശഖ്സുൻ ലാ യകാദു യദ്കുറുഹു അഹദുൻ. നമ്മുടെ കഴുത്തിൽ മുറുകെ ചുറ്റിയിരിക്കുന്ന ഈ ചങ്ങലയുണ്ടല്ലോ, അതിൻ്റെയൊക്കെ കാരണക്കാരനായൊരു മനുഷ്യനുണ്ട്. അയാളുടെ കാര്യം ആരും പറയാൻ ധൈര്യപ്പെടുന്നില്ല. മൻഹുവ, അതാരാണ്? സഅദ് സഅലൂൽ. സാക്ഷാൽ സഅദ് സഅലൂൽ തന്നെ. ലം അതമാലക് തഫാഅല യതഫാഅലു അതഫാഅൽ ലം അതമാലക് മിൻ അല്ലാഹ് ഫറാഹ യഖൂൽ ബിഹിദ്ദ. ഞാൻ ചിരിയടക്കാൻ പാടുപെടുന്നതിനിടയിൽ അയാൾ വലിയ ഗൗരവത്തോടെ തുടർന്നു, അജൽ മുൻദു ദഅബ അല ഇസാറത്തിൽ ഇഹ്നി ബൈനൻ നാസ് വത്തതാവുൽ അലൽ മലിക് വതമല്ലുഖിൽ ജമാഹീർ റമാ ഫിൽ അർളി ബിബദ്റത്തിൻ ഖബീസ മാ സാലത് തൻമു വതതലഖം കസർത്വാനിൻ ലാ ഇലാജ ലഹു ഹത്താ ഖല അലൈന. ആ മനുഷ്യനാണ് എല്ലാറ്റിനും കാരണക്കാരൻ. എല്ലാ പ്രശ്നങ്ങളും അയാളാണ് തുടങ്ങി വെച്ചത്. ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിച്ചു. രാജാവിനെ അധിക്ഷേപിക്കുകയും ജനക്കൂട്ടത്തെ ഇളക്കിവിടുകയും ചെയ്തതിലൂടെ വൃത്തികെട്ടൊരു വിത്താണ് അയാൾ പാകിയത്. അതാകട്ടെ ചികിത്സയില്ലാത്ത ക്യാൻസർ അണുക്കളെ പോലെ വളർന്ന് പെരുകി നമ്മുടെ ആകെ കഥ കഴിക്കും. ലം യകുൻ ബിൽ ബാൽമ ഇല്ല ആഹാദ് മദാ തലബ മർസൂഖ് യൻദുർ ഇലാ മഇനിൽ ശിബ്ഹ സാക്കിൻ ഫീ തുർഅത്തിൽ മഹ്മൂദിയ അലാ ഹീൻ മദത്തു സാഖി വസ്തൽഖൈതു അലാ മുസ്നദിൽ കുർസി കഅന്നമാ അൽതജിഉ തഹത ശുആഇ ശംസി നഖീദ് ദാഫി. പാൽമ കഫേയിൽ ഏതാനും സന്ദർശകർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മഹ്മൂദിയ കനാലിലൂടെ മെല്ലെ ഒഴുകുന്ന നൈൽ നദിയിൽ നിന്നുള്ള വെള്ളം നോക്കിയിരിക്കുകയാണ് ത്വൽബ മർസൂഖ്. ഞാനാകട്ടെ
ഊഷ്മളമായ ചെറുവെയിൽ കായാനായി കാലുകൾ നീട്ടി കസേരയിൽ ചാരി മലർന്നിരിക്കുകയാണ്. ഹാജർന ഇല അത്റാഫിൽ ഇസ്കന്ദരിയത്തിൽ മുസ്ദഹിമ ബിൻ നബാത്ത് വൽ-അസ്ഹാർ അല്ലത്തി തൻഉമു അയ്യാമ സഹ്വി ബിദ്ദഫ്ഇ വസ്സലാം ഫആവൈന ഇല റുക്നി മിനൽ ജന്ന ആമിറൻ ബിൽ ബറക്കാത്ത്. ശാന്തമായ പകൽ ആസ്വദിക്കാനാണ് സസ്യങ്ങളും പൂക്കളും നിറഞ്ഞ നഗരത്തിൽ നിന്നകലെയുള്ള ഈ സ്ഥലത്തേക്ക് ഞങ്ങൾ വന്നത്. മഹ്മാ യകുൻ മിൻ ഗുലുവി സ്വാഹിബി വ അസബിയത്തിഹി ഫഹുവ യസ്തഹിഖു ഖദറൻ മിനർ-റിസ. എടുത്തുചാട്ട പ്രകൃതമുണ്ടെങ്കിൽ പോലും എനിക്ക് ത്വൽബയോട് സഹതാപമായിരുന്നു. അലൈഹി അൻ യബ്ദഅ ഹയാതൻ ജദീദതൻ മരീറതൻ ബഅദ സിത്തീൻ. 60 വയസ്സ് പിന്നിട്ട ശേഷം അയാൾക്കിനി പുതിയൊരു ജീവിതം കണ്ടെത്തിയേ തീരൂ. ഇന്നഹു യഗ്ബിതു കരീമതഹു ഫീ മഹ്ജരിഹ വയറാ അഹ്ലാമൻ ഗരീബ ലാ യുതീഖു അൻ യസ്മഅ അൻ നളിരിയത്തിൻ തുബരിറു മഅസാതിഹി അത്താരീഖിയ. ويؤمن بأن الاعتداء على ماله إنما كان اعتداء على كون الله وسنته وحكمته وسننه وحكمته. വിദേശത്ത് സുഖകരമായ ജീവിതം നയിക്കുന്ന മകളുടെ കാര്യമോർക്കുമ്പോൾ അയാൾക്ക് അസൂയ തോന്നിയില്ലെങ്കിലേ അതിശയമുള്ളൂ. അക്കാര്യമോർത്ത് വിചിത്ര സ്വപ്നങ്ങൾ കാണുന്നുണ്ടാകും. തൻ്റെ വ്യക്തിജീവിതത്തിലുണ്ടായ നഷ്ടങ്ങൾ ചരിത്രപരമായ അനിവാര്യത മാത്രമാണെന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുന്ന സാമൂഹിക സിദ്ധാന്തങ്ങളിലൊന്നും വിശ്വസിക്കാനുള്ള ക്ഷമയും മനസ്സും അയാൾക്ക് ഇല്ല. തൻ്റെ സ്വത്തിനു നേരെയുള്ള കടന്നുകയറ്റം ശരിക്കും ദൈവത്തിൻ്റെ നിയമത്തിനും പ്രകൃതിക്കുമെതിരെയുള്ള പരാക്രമണം തന്നെയാണ് എന്നാണ് അയാൾ കണക്കാക്കുന്നത്. കിത്തു അഅദിലു അനിൽ ഇഖാമ ഫിൽ ബൻസിയൂൻ ഇൻദമ അലിംതു ബിവുജൂദിക്. നിങ്ങൾ താമസിക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഹോം സ്റ്റേയിൽ നിന്നും തിരികെ പോരാൻ ഒരുങ്ങിയതാണ് കേട്ടോ. ലം ഉസദ്ദിഖ് വസഅൽതുഹു അനി സബബ്. എനിക്ക് വിശ്വസിക്കാനായില്ല. ഞാൻ കാരണം അന്വേഷിച്ചു. വഖഅ ഇഖ്തിയാരി അലാ ബൻസിയൂൻ മിറാമാർ ബിഅമലിൻ അല്ലാ അജിദ ഫീഹി ഇല്ലാ സാഹിബതഹു അൽ ഖവാജായ്. മിറാമാറിൽ വന്ന് താമസിക്കാൻ തീരുമാനിച്ചത് യൂറോപ്പുകാരിയായ പഴയ സുഹൃത്തൊഴികെയുള്ള പരിചയക്കാരൊന്നും അവിടെ ഉണ്ടാകില്ലെന്ന പ്രതീക്ഷയിലായിരുന്നു. അതായത് മരിയാന ഒഴികെ മറ്റാരും ഉണ്ടാകില്ല എന്ന പ്രതീക്ഷയിലായിരുന്നു. ഫസഅൽതുഹു അമ്മ ബദ്ദദ സുഉ ലന്നിഹി ബി. പിന്നെന്താ മനസ്സ് മാറിയത്? ഫക്കർതു സുമ്മ ഖ്തനഅതു ബിഅന്ന താരീഖ ലം യഅരിഫ് അമീലൻ ഫൗഖ 80. ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോഴാണ് 80 വയസ്സ് കഴിഞ്ഞ വൃദ്ധന്മാരാരും സർക്കാരിൻ്റെ രഹസ്യ ഏജന്റുമാരാകാൻ ഇടയില്ലെന്ന് മനസ്സിലായത്. ഫലഹിഖ്തു ത്വീലൻ സുമ്മ സഅൽതു. ഇത് കേട്ടപ്പോൾ ചിരി അടക്കാനായില്ല. വലിമ തഖാഫുൽ ഉമല. എന്തിനാണ് ഇങ്ങനെ ഏജന്റുമാരെ ഭയക്കുന്നത്? ഈ രഹസ്യ ഏജന്റുമാരെ എന്തിനാണ് ഇങ്ങനെ ഭയക്കുന്നത്? ലാ ശൈഉൻ ഫിൽ ഹഖീഖ ഗൈറ അന്നി അറൂഹു അൻ നഫ്സി അഹ്യാനൻ ബിൽ കലാം. അങ്ങനെയൊന്നുമില്ല. ആരോടെങ്കിലും ഒന്ന് സംസാരിച്ചാൽ അല്പം ആശ്വാസം കിട്ടും. സുമ വാസല ഹദീസഹു ബി അസബിയ. അയാൾ എന്നിട്ട് വീണ്ടും സംസാരം തുടർന്നു. ലം യഉദ് ലി മഖാമുൻ ഫിർ റീഫ് വജവുൽ ഖാഹിറ യുസിറു അലാ ഇശ്ആരി ബിഹവാനി. عند ذاك فكرت في عشيقتي القديمة وقلت لقد فقدت زوجها في ثورة وما لها في ثورة أخرى. لقد فقدت زوجها وما لها في ثورة الأخرى وإذن فسوف نعزف لحنا واحدا. ഗ്രാമത്തിലെ എൻ്റെ സ്ഥലമൊക്കെ കവർന്നെടുത്തു. കെയ്റോയിലെ അന്തരീക്ഷമാണെങ്കിൽ എന്നെ അപമാനിക്കുകയുള്ളൂ. അപ്പോഴാണ് പഴയ സുഹൃത്തായ മാരിയാനയുടെ കാര്യമോർത്തത്. ഒന്നാമത്തെ വിപ്ലവത്തിൽ ഭർത്താവിനെയും രണ്ടാമത്തെ വിപ്ലവത്തിൽ സ്വത്തുക്കളും നഷ്ടമായ ഒരാളാണവൾ. ഞങ്ങൾക്ക് പരസ്പരം ആശ്വസിക്കാനാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വാസ്ന അലാ സിഹത്തി റഗ്മ തുഊനി ഫി സിൻ വജഅല യുഗ്രീനി അലാ മുസാഹബത്തിഹി ഫി ദൗരി സിനിമ വൽ മഖാഹി അശതവിയ. അല്പം പ്രായമേറിയെങ്കിൽ പോലും ആരോഗ്യമുള്ളതിൻ്റെ പേരിൽ ത്വൽബ എന്നെ അഭിനന്ദിച്ചു. തനിക്കൊപ്പം സിനിമാ തിയേറ്ററുകളിലേക്കോ ഇൻഡോർ കഫേയിലേക്കോ വരാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. സുമത സാൽ ലിമാദ അദലല്ലാഹു അൻ സിയാസത്തിൽ ഖുവ്വ. പടച്ചവനത് അവരുടെ ശക്തി പുറത്തെടുക്കാതെ എന്ന് മനസ്സിലാകുന്നില്ല.
ലം അദ്രിക് മർമാഹു ഫഖാല മുതബസ്സിതൻ ഫി ശറഹ് അഅനി അത്തൂഫാൻ വരിയാഹ് വഗൈരിഹ. പെട്ടെന്നുള്ള ത്വൽബയുടെ ചോദ്യം കേട്ടതും കാര്യമെന്തെന്നറിയാതെ അമ്പരന്നു പോയി. വല്ല പേമാരിയോ കൊടുങ്കാറ്റോ അഴിച്ചുവിട്ട് ദൈവം ഇവിടുത്തുകാരെ ശിക്ഷിക്കാത്തത് എന്തുകൊണ്ടായിരിക്കും? അപ്പോൾ ഇയാൾ വലിയ ദൈവവിശ്വാസിയാണ്. അപ്പം ഇയാൾക്കെതിരെ വലിയ അക്രമമാണ് ഈ സർക്കാരൊക്കെ ചെയ്തത്. അതിൻ്റെ പ്രതികാരം എന്തുകൊണ്ട് ദൈവം ചെയ്യുന്നില്ല എന്നാണ് ഇയാൾ ചോദിക്കുന്നത്. ഫസഅൽ തുഹുബി ദൗരി. അപ്പം ഈ ആമിർ വജദി പറയാണ്, ആമിർ വജദി ദൈവവിശ്വാസി അല്ല, നിരീശ്വരവാദിയാണ്. അതഹ്സിബ് അന്ന തൂഫാന ഖദ് അഹ്ലക മിനൽ ബശരി അക്സറ മിമ്മൻ അഹ്ലകതുഹും ഖുംബലതു ഹിരോഷിമ. ഹിരോഷിമയിൽ വീണ അണുബോംബിനേക്കാൾ വെള്ളപ്പൊക്കത്തിന് കൂടുതൽ മനുഷ്യരെ നശിപ്പിക്കാനാവുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? അപ്പോൾ ദൈവത്തേക്കാൾ ശക്തി മനുഷ്യർക്കാണ് എന്നാണ് അയാൾ സമർത്ഥിക്കുന്നത്. ഫലവ്വഹ ബിയദിഹി സാഹിത്തൻ വഖാൽ. എൻ്റെ ചോദ്യം കേട്ടതും ദേഷ്യത്തോടെ ത്വൽബ കൈവീശി. റദ്ദദ ദിആയാതി ശിയൂ റദ്ദിദ് ദിആയാത ശിയൂഇയ്യീന അയ്യുഹ സഅലബ്. എടാ കുറുക്ക, തൻ്റെ ഈ കമ്മ്യൂണിസ്റ്റ് പ്രചാരണങ്ങൾ ഒന്ന് അവസാനിപ്പിക്കുമോ? ഇന്ന അക്ബർ ഖതഇൻ ഫി ഹഖിൽ ബശരിയ ഖദ് വഖഅ ലദയ്യ തറദ്ദുദ് അംരീക ഫിൽ ഇസ്തിലാ അലാ സുൽത്താനിൽ ആലം ഇൻദമാ കാനത് തംലികു വഹദഹ അൽ ഖുംബലത്തു ദുദ്ദിയ. ഈ അണുബോംബ് കൈവശമുണ്ടായിരുന്ന ഏക രാജ്യമായിരുന്നപ്പോൾ ലോകത്തിൻ്റെ നിയന്ത്രണം കൈയടക്കുന്ന കാര്യത്തിൽ അമേരിക്ക കാണിച്ച ചാഞ്ചാട്ടം മനുഷ്യവംശത്തിന് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ്. അതായത് ഈ കമ്മ്യൂണിസം അന്ന് തന്നെ അമേരിക്ക തീർക്കേണ്ടതായിരുന്നു എന്നായിരിക്കാം ഒരുപക്ഷെ അയാൾ ഉദ്ദേശിച്ചത്. ഖബിർനി ഹൽ തജദ്ദദ ഗറാമിയാതക് മാ മാരിയാന. അതുപോട്ടെ, മാരിയാനയുമായുള്ള പഴയ പ്രണയം പുതുക്കാനാണോ നിങ്ങളിപ്പോൾ ഇവിടെ ശ്രമിക്കുന്നത്? ലാഹിക ആലിയൻ വക്കാൽ. ത്വൽബ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, യാ ലഹ മിൻ ഫിക്ര ജുനൂനിയ ഇന്നി ഷെയ്ഖുൻ ഹദമഹുൽ ഉംർ വസിയാസ വഹൈഹാത്ത് അൻ തുഹർരികനി ഇല്ലൽ മുഅ്ജിസാത്ത് അമ്മാ ഹിയ ഫലം യബ്ഖ ലഹാ മിനൽ ഉനൂസ ഇല്ല അൽവാനഹ അൽ മുജറദ. നിങ്ങൾക്ക് ഭ്രാന്താണ്. രാഷ്ട്രീയവും ആയുസും തകർത്തെറിഞ്ഞൊരു വൃദ്ധനല്ലേ ഞാൻ. പിന്നെ പ്രണയ സാഹസത്തിനൊക്കെ ഇറങ്ങിത്തിരിക്കണമെങ്കിൽ അത്ഭുതങ്ങൾ വല്ലതും സംഭവിക്കണം. പിന്നെ മാരിയാനയുടെ പഴയ സൗന്ദര്യമൊക്കെ എന്നേ അപ്രത്യക്ഷമായില്ലേ. വല്ലാഹിക മറത്തൻ ഉഖ്റാസു മക്കാൽ. വീണ്ടും ചിരി തുടർന്ന് അയാൾ പറഞ്ഞു, വാൻത ഹൽ നസീത താരിഖക് ലഖദ് ഖറഅതു അൻ ഫളാഇഹിക് ഫി മജല്ലത്തിൽ കഷ്കൂൽ അൻ ജറീക വറാ അൽ മുലാആത്ത് അല്ലഫ് ബിശാരി മുഹമ്മദ് അലി. പിന്നെ നിങ്ങളുടെ പഴയ ചരിത്രമൊക്കെ മറന്നോ? മുഹമ്മദ് അലി റോഡിൽ പെൺപിള്ളാരുടെ പിറകെ പാഞ്ഞു നടക്കുന്ന നിങ്ങളുടെ പ്രണയ സാഹസിക കൃത്യങ്ങളൊക്കെ ഞാൻ കഷ്കൂൽ മാസികയിൽ വായിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇയാൾ ഈ ആമിർ വജദി അതൊക്കെ മുമ്പ് മാസികകളിലൊക്കെ എഴുതിയിട്ടുണ്ട് എന്നർത്ഥം. ലഹിഖ്തു ബിലാ തഅലീഖിൻ ഫതസാഅല. ഞാനും ആ തമാശ ആസ്വദിച്ച് ചിരിച്ചു. ഹൽ റജഅത അഖീറൻ ഇലദ്ദീൻ. നിങ്ങൾ അവസാനം മതവിശ്വാസിയായോ? വ അൻത, നിങ്ങളുടെ കാര്യമോ? ഖുയ്യില ഇലയ്യ അഹ്യാനൻ അന്നക ലാ തുഅ്മിൻ ബിശൈഇൻ. ഒന്നിലും വിശ്വാസമില്ലാത്തൊരു മനുഷ്യനാണെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഫഖാല ബിഹുനുഖിൻ കൈഫ ലാ ഉഅ്മിനു ബില്ലാഹ് വഅന അഹ്തരിഖു ഫീ ജഹീമിഹി. നരകത്തിൽ കത്തിയാളുന്ന അവസ്ഥയിലെത്തിയ ഞാനെങ്ങനെ ആണെടോ ദൈവത്തിൽ വിശ്വസിക്കാതിരിക്കുന്നത്? ലഖദ് ഖുലിക അംസാലുക ലിൽ ജഹീം ലൻ യുബാരിക അല്ലാഹു ലക ഫീ ഷൈഇൻ ഉഖ്റുജ് മത്റൂദൻ മിൻ ഹാദൽ മക്കാനി ത്വാഹിർ കമാ തുരിദ ഇബ്ലീസ് മിൻ റഹ്മത്തില്ലാ. നിങ്ങളെപ്പോലുള്ള മനുഷ്യർ നരകത്തിനായാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് തന്നെ. നിങ്ങളുടെ പ്രവൃത്തികളൊന്നും ദൈവത്തിൻ്റെ പുണ്യം നേടാൻ പോകുന്നില്ല. പണ്ട് പിശാചിനെ ദൈവം അവൻ്റെ അനുഗ്രഹത്തിൽ നിന്നും ആട്ടിപ്പുറത്താക്കിയതുപോലെ ഇറങ്ങിപ്പോകൂ ഈ വിശുദ്ധ സ്ഥലത്ത് നിന്ന്. ദഖത്തി സഅത്തുൽ കബീറ ഫിസ്വാല മുഅ്ലിനതൻ ഇന്തിസാഫൽ ലൈൽ തജാവബത് അർക്കാനുൽ മിൻവർ ബിസ്വഫീരി ഹവാഇൻ ഖവിയിൻ അഖഅദനി അൽ കസൽ വദ്ദിഫ്
وأنا غائس في المقعد الكبير عن القيام إلى الفراش وثقلت علي وحدتي بعد أن انفردت بي في الحجرة الخالية فقلت لنفسي ما جدوى الندم بعد 80. ലോബിയിലെ വലിയ ഘടികാരത്തിൽ മണിയടിക്കുന്ന ശബ്ദം കേൾക്കാം. അർദ്ധരാത്രിയായിരിക്കുന്നു. എയർഷാഫ്റ്റിലൂടെ കാറ്റിൻ്റെ ചൂളം വിളി കേൾക്കുന്നുണ്ട്. കട്ടിലിൽ കയറി കിടക്കാതെ സുഖപ്രദമായ വലിയ ചാരുകസേരയിൽ തന്നെ മടിപിടിച്ച് ചടഞ്ഞിരിക്കുകയാണ് ഞാൻ. ഈ ആമിർ വജദി ആളൊഴിഞ്ഞ മുറിയിൽ തനിച്ച് കഴിയുന്നതിൻ്റെ ഭാരമായിരുന്നു മനസ്സിലാകെ. പ്രായം 80 കഴിഞ്ഞതിനു ശേഷവും ഇങ്ങനെ ഖേദിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ലെന്നറിയാം. വൈദാ ബിൽ ബാബി യുഫ്തഹ് ദൂന ഇസ്തിഇദാൻ ويقف الطلبة مرزوق على عتبته قائلا معذرة أدركت من ضوء الحجرة أنك لم تنم. പെട്ടെന്നാണ് അനുവാദം ചോദിക്കാതെ ആരോ മുറിയുടെ വാതിൽ തുറന്നത്. നോക്കിയപ്പോൾ അതാ നിൽക്കുന്നു വാതിൽപ്പടിയിൽ ത്വൽബ മർസൂഖ്. ക്ഷമിക്കണം, മുറിക്കകത്ത് വെളിച്ചം കണ്ടപ്പോൾ നിങ്ങൾ ഉറങ്ങിയിട്ടുണ്ടാകില്ലെന്ന് കരുതി. نظرت نحوه باستغراب. لقد شرب الليلة أكثر مما يشرب عادة وسألني متهكما وحركات رأسه تواكب نبرته. അതിശയത്തോടെ ഞാൻ അയാളെ തന്നെ നോക്കുകയാണ്. അന്ന് പതിവിലധികം അയാൾ നല്ലതുപോലെ മദ്യപിച്ചിരുന്നു. അതാലം കംകാന യുക്കല്ലിഫുനി ഫി الشهر الواحد الدواء والفيتامينات والهرمونات والروائح والدهون وخلافه. മരുന്നിനും വിറ്റാമിനുകൾക്കും ഹോർമോൺ ഗുളികകൾക്കും സുഗന്ധവസ്തുക്കൾക്കും ക്രീമുകൾക്കുമൊക്കെയായി ഓരോ മാസവും എത്ര പണം ചെലവിട്ടിരുന്ന ആളായിരുന്നു ഞാനെന്നറിയാമോ നിങ്ങൾക്ക്? മുമ്പ് ഇയാൾ പൈസമ്മ കളിച്ച ആളായിരുന്നു എന്ന് പറഞ്ഞില്ലേ? انتظرت أن يتكلم ولكنه أغمض عينيه كأن الجهد أرهقه ثم تراجع فأغلق الباب ومضى. തല കുലുക്കിക്കൊണ്ട് ത്വൽബ ചോദിച്ചു, പക്ഷേ അയാൾ തുടർന്ന് സംസാരിക്കട്ടെ എന്ന് കരുതി ഞാൻ നോക്കിയിരുന്നതേയുള്ളൂ. ക്ഷീണം കാരണം അയാളുടെ കണ്ണുകൾ അടഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ശേഷം കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ അയാൾ പുറത്തേക്കിറങ്ങി. വാതിൽ ചാരിയ ശേഷം തൻ്റെ മുറിയിലേക്ക് പോയി. നമ്മുടെ ക്ലാസ് ഇവിടെ വായന ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് തുടർന്ന് അടുത്ത വീഡിയോയിൽ വായിക്കാം.